കിഴക്കിൻ്റെ ലൂർദ് എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ ഈ പള്ളിക്കുന്ന് ലൂർദ് ദേവാലയത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇവിടെ ഈ തിരുനാളിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധമായി നേരുകയാണ്. പരിശുദ്ധ ദൈവമാതാവിനെ സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്നാൽ രേഖപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആത്മീകമായിട്ടുള്ള വികാസത്തിനും അനുഗ്രഹത്തിനും പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവമാതാവിനെ സംബന്ധിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അവൾ ദൈവത്തിൻ്റെ അമ്മയായിരുന്നു എന്നുള്ളതാണ്. തെയാസ്തോക്കോസ്, ദൈവത്തിൻ്റെ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി പിറക്കുവാൻ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. കാലഘട്ടങ്ങളിൽ യഹൂദിയായാലും ഫലസ്തീനായാലുമൊക്കെ അനേകം കന്യകമാർ ദൈവപുത്രന്റെ അമ്മയായിത്തീരുവാൻ പ്രാർത്ഥനയും നോമ്പും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ട് കാത്തിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചത് നസ്രത്തിലെ മറിയത്തിനാണ്. ഈ നസ്രത്തിലെ മറിയത്തിൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേൽ വന്ന്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള സ്വർഗീയമായ സന്ദേശം നൽകുകയുണ്ടായി. ദൈവം മറിയത്തെ തൻ്റെ മാതാവായി തിരഞ്ഞെടുക്കുവാൻ പല കാരണങ്ങളുമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ ജീവിതമാണ്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, ആനിമാത്തോ സാദ് പനൂജിയ, പാപലേശമേശാത്ത ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ പരമപരിശുദ്ധിയായിരുന്നു കന്യകാ മറിയം എന്നുള്ളതാണ്. ദൈവം പ്രസാദിക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നത് പാപമില്ലാത്ത ഹൃദയങ്ങളിലും ഭവനങ്ങളിലും കൂട്ടായ്മകളിലുമാണ്. വിശുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു ഗുണമാണ്.
പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് അവളുടെ ചരിത്രം പറയുന്നത്, ചെറുപ്രായത്തിൽ തന്നെ ദേവാലയത്തിൽ പോവുകയും ഇക്കാലങ്ങളിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പതിവായിരുന്നു. മറിയം സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ജീവിക്കുകയും ചെയ്തുവെന്നതാണ്. അപ്പോൾ പരിശുദ്ധ മറിയത്തിൽ ദൈവം കണ്ട ഒന്നാമത്തെ ഗുണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, ദൈവത്തിൻ്റെ കൂട്ടായ്മ കൊണ്ട് നിറഞ്ഞ് ജീവിക്കുവാൻ പരിശുദ്ധ മറിയം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നാണ്. രണ്ടാമതായി പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി തിരഞ്ഞെടുക്കുവാൻ കാരണം അവളുടെ ആഴത്തിലുള്ള പ്രത്യാശ നിറഞ്ഞ വിശ്വാസ ജീവിതമാണ്. പലസ്തീനായാലും യഹൂദായാലുമൊക്കെ അക്കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ കൂടുതലും ദേവാലയത്തോട് ചേർന്ന് ദേവാലയത്തിൽ തന്നെ സംരക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതത്തിൻ്റെ മാധുരിയിൽ സന്തോഷത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. യോവാക്യമിൻ്റെയും അന്നയുടെയും മകളായി ജനിച്ച പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയങ്ങളും ചെറുപ്പകാലങ്ങളിൽ ദേവാലയത്തോട് ചേർന്ന് ദൈവിക ശുശ്രൂഷകളോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മുഖവിശുദ്ധയാണ് പരിശുദ്ധ കന്യകാമറിയം. മാതാവ് അക്കാര്യത്തിൽ ഉരുവിട്ടിരുന്ന ഒരു പ്രാർത്ഥനയെപ്പറ്റി വിശുദ്ധന്മാർ പറയുന്നുണ്ട്. മാതാവ് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ കൊള്ളി എപ്പോഴും തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരുന്നുവെന്നാണ്. മാതാവ് നിരന്തരമായി ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന അബ്ബ ആമീൻ ഹല്ലേലൂയ എന്നാണ്. ചെറിയ 3 പദങ്ങളാണ്. അബ്ബ എന്ന് പറഞ്ഞാൽ പിതാവേ, ആമേൻ എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ്. ദൈവമേ, നിന്റെ തിരുവിഷ്ടം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ, സ്തോത്രമുണ്ടായിരിക്കട്ടെ എന്നാണ്. ഇങ്ങനെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവത്തോട് ചേർന്ന് ജീവിച്ച പരമപരിശുദ്ധിയായിരുന്നു, പാപമില്ലാത്തവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം എന്നുള്ളതാണ്. നമ്മുടെ അനുഗ്രഹീതമായ ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രബലി അർപ്പിക്കുമ്പോൾ മാതാവിനെ പോലെ വിശുദ്ധരായി ജീവിക്കുവാൻ, പാപത്തിൽ നിന്നും പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും തഴക്കത്തിൽ നിന്നും മാറി ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതമെല്ലാം മാതാവിനെ പോലെ ദൈവ കൃപ നിറഞ്ഞ സന്തോഷഭരിതമായിട്ടുള്ള ജീവിതമായി മാറ്റിത്തീർക്കുവാൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. മാതാവ് ഈ വിശ്വാസ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തൻ്റെ വിശ്വാസ ജീവിതത്തോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ മാതാവ് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. മാതാവിനെ സംബന്ധിച്ച് പറയുന്നത് നോയിങ് ദ വിൽ ഓഫ് ഗോഡ്, അക്സെപ്റ്റിംഗ് ദ വിൽ ഓഫ് ഗോഡ്, ഫോളോയിങ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് സഫറിങ് ഫോർ ദ വിൽ ഓഫ് ഗോഡ് എന്നാണ് പിതാക്കന്മാര് പറഞ്ഞു വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുമനസ് എന്താണെന്ന് തിരിച്ചറിയുന്ന പരിശുദ്ധ മറിയം നമ്മെ സംബന്ധിച്ചെല്ലാം ദൈവത്തിന് നല്ല പ്ലാനുകളും പദ്ധതികളുമുണ്ട്. നമ്മെ സംബന്ധിച്ചുള്ള പ്ലാനുകളും പദ്ധതികളും നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, മഹത്വത്തിനായിട്ടാണ് എന്ന് ജെറമ്യ പ്രവാചകൻ പ്രത്യേകം പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാതാവ് പ്രാർത്ഥനയിലൂടെ
ദൈവം എന്താണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. നോയിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തിരുമനസ് തിരിച്ചറിഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാനായിട്ട് പരിശുദ്ധ മാതാവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. മാതാവിന്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അസാധ്യമായ ഒരു കാര്യം, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ മറിയം പറയുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറയുന്ന വാക്യം എന്താണ്? ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്ന് വസിക്കും. അത്യുന്നതന്റെ ശക്തിയിൽ നീ കുഞ്ഞിന് ജന്മം കൊടുക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മാതാവ് പറയുന്നത് എന്താണ്? മനോഹരമായ സമർപ്പണ പ്രാർത്ഥനയാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. അങ്ങനെ ദൈവത്തിന്റെ തിരുമനസ് ഗബ്രിയേൽ ദൂതൻ വഴിയായി തിരിച്ചറിയുകയും അത് മാനുഷികമായി സാധ്യമല്ലാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടും മാതാവ് ദൈവത്തിന്റെ ദൂതന്റെ വാക്ക് വസിക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് പ്രത്യുത്തരിക്കുകയാണ്. നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് അനേകം സംഘർഷങ്ങള്, പ്രതിസന്ധികള്, സാമ്പത്തിക തകർച്ച, രോഗം, ഒരുപക്ഷേ മാനുഷികമായി സാധ്യമല്ലാത്ത അനേകം കാര്യങ്ങള് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും നാം ഇവിടെ വന്ന് ഈ വിശുദ്ധ ബലിയില് തിരുനാളില് പങ്കെടുക്കുക. എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധ്യമാകും? എങ്ങനെ ഈ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ ഇടയാകും? എന്റെ തകർച്ചകൾ അങ്ങനെ മാറുവാനായിട്ടിടയാകും? യാതൊരുവിധമായ മാനുഷികമായ ഉത്തരവ് ലഭിക്കാതിരിക്കുമ്പോൾ മാതാവിന് കൊടുത്ത ഉത്തരം നമുക്കും ഇന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ രോഗത്തിനും ക്ലേശത്തിനും പ്രതിസന്ധിക്കും എല്ലാ വിധത്തിലുള്ള തകർച്ചകൾക്കും ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവാൻ. യേശുവിലൂടെ നമുക്ക് എല്ലാം നേടിയെടുക്കുവാൻ സാധ്യമാകും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഈ ഗബ്രിയേൽ ദൂതന്റെ വാക്ക് അതുപോലെ തന്നെ അംഗീകരിച്ച് പ്രവർത്തിക്കുവാനായി പരിശുദ്ധ മറിയം തയ്യാറായി എന്നുള്ളതാണ്. Accepting the will of God and following the will of God. അത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരനുഭവമാണ് എന്ന് മാതാവിന് അറിയാമായിരുന്നു എന്ന വരികൾ തന്നെയും ദൈവം തന്നെ കൈവിടുകയില്ല എന്നുള്ള വലിയ പ്രത്യാശയുള്ള വിശ്വാസ ബോധ്യത്തോടെ ജീവിച്ചുവെന്നാണ്. ഈ പള്ളിക്കുന്ന് ദേവാലയത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ അനേക വർഷങ്ങളായി വന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഇത് കിഴക്കിന്റെ ലോർദ് എന്നറിയപ്പെടുന്ന മലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ടുള്ളത്. ലോർദിലെ പോകുന്ന വ്യക്തികൾക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം അത്ഭുതങ്ങളെ സംബന്ധിച്ച്, രോഗശാന്തിയെ സംബന്ധിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അവിടെ നിരീശ്വരവാദിയായിരുന്ന അലക്സിസ് കരോളിന്റെ മനോഹരമായ ഒരു സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈ മദർ ഹിയർ ഐ ആം ഡിഫീറ്റഡ്. നിരീശ്വരവാദിയായിരുന്ന ഈ അലക്സിസ് കരോൾ ക്യാൻസർ രോഗിയായി തീർന്ന് അക്കാലത്ത് ലഭ്യമാകാമായിരുന്ന എല്ലാ ഫിഷഗ്വരന്മാരെയും ഡോക്ടേഴ്സിനെയും കണ്ട് ചികിത്സിച്ച് ധാരാളം പണം ചെലവഴിച്ച് ഈ രോഗം സൗഖ്യമാകിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ
അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ ലോർദിൽ പോയി ഒന്ന് പ്രാർത്ഥിക്ക്, അവിടെയുള്ള അത്ഭുത കുളത്തില് ഒന്ന് കുളിച്ചാൽ രോഗം മാറും. അലക്സിസ് കരോളിന് വിശ്വാസമുണ്ടായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം അവിടെ പോവുകയും അസാധ്യമെന്ന് കരുതിയിരുന്ന തന്റെ ക്യാൻസർ രോഗം ലോർദിൽ വെച്ച് സൗഖ്യപ്പെട്ട് അത്ഭുത കുളത്തിൽ നിന്ന് കയറി വരുന്ന അലക്സിസ് കരോൾ പറഞ്ഞ വാക്യമാണ്, മൈ മദർ ഹിയർ ഐ ആം ഡിഫീറ്റഡ്. എന്റെ അമ്മയെ, നീ ഇവിടെ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്ന അവിശ്വാസിയായ ഞാൻ വിശ്വാസിയായി ദൈവകൃപ നിറഞ്ഞുകൊണ്ട് ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ്. ഈ ദേവാലയത്തിലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന തിരുനാളുകളിലും കുർബാനകളിലും പങ്കെടുക്കുന്നവർക്ക്, ആത്മാർത്ഥമായി വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക്, പ്രത്യാശയോടുകൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഇതുപോലെയുള്ള അത്ഭുതകരമായ അനേകം സൗഖ്യദായക ശുശ്രൂഷകൾ ലഭിക്കുന്നുവെന്നുള്ളതാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ അതിമനോഹരമായ ദൈവം കൊണ്ട് കൃപ കൊണ്ട് നിറയ്ക്കുന്ന സങ്കേതമായി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ദൈവമാതാവിന്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന പോലെ ദൈവത്തിന്റെ തിരുവിഷ്ടം മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതിനെ അനുധാപനം ചെയ്ത്, ഇനിയും നമുക്കറിയാം ആ തിരുവിഷ്ടം എവിടെയാണ് തീരുന്നത്? യേശുവിന്റെ കുരിശിലോളം കാൽവറിയുടെ കീഴിൽ വരെയും യാത്ര ചെയ്ത് സഫറിങ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. അങ്ങനെ സഹനത്തിന്റെ ഒരു വലിയ പുത്രിയായി പരിശുദ്ധ മറിയം രൂപാന്തരപ്പെട്ട് ദൈവ മാതാവായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രമെന്ന് പറയും. അപ്പോൾ മാതാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ സാധ്യമാകുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഷീ വാസ് ഓൾവേസ് സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആവശ്യങ്ങൾക്ക്, ദൈവത്തിന്റെ താല്പര്യങ്ങൾക്ക്, ദൈവത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഇഷ്ടങ്ങൾക്കും തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട പരിശുദ്ധ കന്യക മറിയമാണ്. നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചും ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചും ഇതുപോലെ പ്രത്യാശ നിർഭരമായ ഒരു സമർപ്പണം നമ്മൾ കൊടുക്കുകയാണ് എന്ന് വരികിൽ നമുക്ക് ദൈവമാതാവിലൂടെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായിട്ട് ഇടയാകും. ഞാനിവിടെ നിന്ന് നിങ്ങളോട് പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പൂർവ്വകാല ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മൈനസ് സെമിനാരിയിൽ വരുന്നവരെയും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ജപമാല ചൊല്ലുന്ന വലിയ പാരമ്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സെമിനാരിയിൽ വന്ന അവസരത്തിൽ ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സെമിനാരിക്കാരൊക്കെ എണ്ണീറ്റ് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തിനാണ് ഈ ജപമാല ചൊല്ലുന്നത്? നമുക്ക് ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, വെറുതെ എന്തിനാണ് ഈ സമയം കളയുന്നു? നന്മ പറഞ്ഞു പറയുമേ എന്ന് 10 ചൊല്ലി, പിന്നെ 50 ചൊല്ലി 56 മണിയൊക്കെയാ ചൊല്ലുന്ന എന്തിനാണ്? അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുമായിരുന്നു? യേശു കഴിഞ്ഞാൽ ജപമാലയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ചൊല്ലത്തൊന്നുമില്ലായിരുന്നു. അതൊരു സെമിനാരി ജീവിതത്തിൻ്റെ 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് തോന്നി, അതായത് ഈ സെമിനാരി ജീവിതം എന്ന് പറയുന്ന ഭയങ്കര പരിശീലനത്തിൻ്റെ കാലഘട്ടമാണ്. 10-12 വർഷമൊക്കെയുണ്ട്. ഇതങ്ങ് വരെ ചെല്ലാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, സെമിനാരിയിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി പഠനമൊക്കെ നടത്തിയിട്ട് തിരിച്ചു വരാമെന്ന് റക്ടച്ചനോട് പറഞ്ഞിട്ട് ഞാൻ പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ പോയി. അപ്പം അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ മെത്രാപ്പൊലീത്ത അഭിനന്ദനായ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ വലത്തുഭാഗത്ത് മുട്ടുകുത്തിയാണ് ഞാൻ സെമിനാരിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുമേനി ചോദിച്ച, ആ ബ്രദർ ഇവിടെ പോയി എന്ന് റക്ടച്ചനോട്. അപ്പോഴേ റക്ടച്ചൻ പറഞ്ഞു, ആ ബ്രദറെ
പഠിച്ച് മിടുക്കനായിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞ് പോയി എന്ന് പറഞ്ഞു. അപ്പോഴേ ഗ്രിഗോറിയസിന് പറഞ്ഞ ബ്രദറിനെ വേഗം വിളിക്കാൻ പറഞ്ഞു. അവൻ പിറ്റേ ദിവസം എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, വികാരിയച്ഛനെ ഞാൻ വീണ്ടും പിതാവിനെ കാണാനായിട്ട് ചെല്ലണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി പോകുന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, തിരുമേനിമാരൊക്കെ വിളിച്ചാൽ പോകണം, അനുസരണക്കേടൊന്നും കാണിക്കരുത്. അപ്പോൾ ഞാൻ ആ ഫോൺ കോൾ കേട്ട് പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വീണ്ടും ചെന്നു. അവിടെ ഈ തിരുമേനി എന്നോട് ചോദിച്ചു, ബ്രദർ എന്താണ് സെമിനാരിയിൽ നിന്ന് പോയത്, വൈദികനാകാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ 10-12 വർഷമൊക്കെ ഇങ്ങനെ പഠിച്ച് മുട്ടുകുത്തി ജപമാലയൊക്കെ ചൊല്ലി ജീവിക്കാൻ പറ്റുമോ എന്നൊരു സംശയം, അതുകൊണ്ട് പോയി കുറച്ചുകൂടെ പക്വത പ്രാപിച്ച് വരാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പം അടുത്ത ചോദ്യം പിതാവിലായിരുന്നു, ബ്രദർ ജപമാല ചൊല്ലുന്നുണ്ടോ, മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന്. ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കും, ഞാൻ ചൊല്ലാറില്ലെന്ന്. എന്നാൽ ഇന്ന് മുതൽ ഈ ജപമാല ചൊല്ലിക്കോണം, എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ജപമാല കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചൊല്ലിക്കോണം, ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല പുരോഹിതനായി തീരുവാനായിട്ട് സാധ്യമാകും. അന്ന് തുടങ്ങിയ ജപമാല പ്രാർത്ഥന ഏതാണ്ട് 10-55 വർഷമായി ഇന്നും തുടരുമ്പോൾ ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ ജപമാല എടുത്ത് പോക്കറ്റിൽ നിന്ന് മാതാവിനോട് പറഞ്ഞാൽ അന്നേരമേ പ്രശ്നം തീരുമെന്നുള്ളതാണ്. ഞാനിന്ന് പുരോഹിതനായി മെത്രാനായി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് വരികിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കഴിഞ്ഞാൽ പരിശുദ്ധ മാതാവിൻ്റെ ഈ മധ്യസ്ഥതയാണ് എന്നെ ഒരു പുരോഹിതനായി ആചാര്യനായി രൂപാന്തരപ്പെടുത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ട് സാധ്യമാകുന്നത്, ഇവിടെ മനോഹരമായ ജപമാല പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഈ വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുന്നത്. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റൊക്കെ മതി ഒരു ജപമാല ചൊല്ലാനായിട്ട്. ഒരു ജപമാല ചൊല്ലി നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിലെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകുമെന്നുള്ളതാണ്. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം അത്ഭുതകരമായി എടുത്തു മാറ്റുവാൻ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കന്യക മറിയമാണ് ലോർദ് മാതാവ് എന്ന് പറയും. ഈ മാതാവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്നതിന് ശേഷം ലോകത്തിലെ മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യമുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഗാഡലപ്പിയും ലോർദും ഫാത്തിമയും മെജിഗറിയും തുടങ്ങിയ അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം ബലിയർപ്പിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നമുക്കറിയാം. നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് അമ്മയോടാണ്. അമ്മയോട് നമ്മളെന്താണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറയും. അമ്മ അത് നമുക്കറിയാവുന്ന പോലെ പിതാവ് വരുന്ന അവസരത്തിൽ നമുക്ക് ഇന്ന ആവശ്യമൊക്കെ ഉണ്ടെന്ന് പറയുകയും അത് വാങ്ങിച്ചു തരികയും ചെയ്യും. മാതാവിനോട് ദീർഘമായി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. മാതാവിനോട് കാര്യം പറഞ്ഞാൽ അതുടനെ യേശുവിൻ്റെ അടുത്ത് ചെല്ലുമെന്നുള്ളതാണ്. മറ്റൊരു അനുഭവം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന പോലെ മാതാവിൻ്റെ ഇടപെടലുകൾ ധാരാളമായി പൗരോഹിത്യ ആചാര്യ ശുശ്രൂഷയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ജർമ്മനിലെ ഫുൾഡായിൽ നിന്ന് മജിഗറിയിലേക്ക് മാതാവിൻ്റെ ഭക്തരോടൊപ്പം തീർത്ഥാടനം ചെയ്ത് അവിടെ പോയി മജിഗറിയിൽ ബോസ്നിയയിൽ ഒരു മലയുടെ മുണ്ടയ്ക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. മാതാവിനോട് ഇങ്ങനെ പുത്രസഹജമായ ഒരു സംഭാഷണം ഉണ്ടായിരുന്നത് കൊണ്ട് ആ മജിഗറിയിലെ മലയുടെ മണ്ടിൽ കൂടെ കയറിപ്പോകുമ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു സോളിലോക്കി പറഞ്ഞ്, ഈ മാതാവ് സ്വർഗം ഇറങ്ങി മലയുടെ മണ്ടേ വന്നിരിക്കുന്നതിനെക്കാട്ടി അങ്ങ് താഴെ ഇറങ്ങിയായിരുന്നേ മനുഷ്യരൊരു ബുദ്ധിമുട്ടിയ മലയുടെ മണ്ടയ്ക്ക് കയറണം. അത് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. കാരണം മാതാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി
ഈ ബോസ്നിയയിൽ മെജുഗറിയുടെ മലയുടെ മുകളിൽ ഇറങ്ങുന്നവന് മാതാവിനെ താഴ്വരയിൽ ഇറങ്ങിയായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യരപ്പച്ചനും അമ്മച്ചനും ഉയർത്ത് കുളിച്ച് ഇതിൻ്റെ മുകളിലൊന്നും കയറേണ്ട കാര്യം മാതാവ് ഇച്ചിരൂടെ കരുണയൊക്കെ കാണിക്കാമായിരുന്നു വന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനും സെക്രട്ടറീസിനും ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ഒരു വലത് കാല് ഒരു കുഴിക്കകത്തങ്ങ് വീണു. കുഴിക്കകത്ത് വീണപ്പോൾ ഈ കാലെടുക്കാൻ വയ്യ, വലിച്ചു നോക്കിയിട്ടൊന്ന് മുകളിലോട്ട് കയറുകയില്ല. ഒരു കാല് കുഴിയിൽ മറ്റേ കാല് ഇങ്ങനെ റോഡിലിരിക്കുകയാണ്. അവസാനം സെക്രട്ടറീസിന് വളരെ ബുദ്ധിമുട്ടി വലിച്ച് എൻ്റെ കാല് വെളുത്ത് കാല് നടക്കാൻ വയ്യാത്ത രീതിയിൽ നീരായി. സെക്രട്ടറീസിൻ്റെ തോളിൽ പിടിച്ച് ഒറ്റക്കാലിനായിട്ട് ചാടി താഴെ വന്ന് ഒരു കാറെടുത്ത് ആ ഹോട്ടലിൽ ചെന്നു. പിറ്റേ ദിവസം രാവിലെ അവിടെ 500 വൈദികരോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ അനുവാദം വാങ്ങിച്ചു പോയതാണ്. എൻ്റെ കാല് നീര് പിടിച്ച് താഴെ കുത്തുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ അത്രമാത്രം അസഹനീയമായ വേദനയായി. അപ്പോഴേ ഞാൻ ഹോട്ടലിലെ ബെഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കാനും വന്നതാണ്. എൻ്റെ കാലാകെ തകർന്ന് ഭയങ്കര വേദനയാണ്. ഇനി മാതാവിനെ പറ്റി ആരോടും പറയുന്ന പ്രശ്നമില്ല. ഈ മാതാവിനെ കാണാൻ വരുന്നവരുടെ കാലൊക്കെ ഒടിക്കുന്ന മാതാവാണ്. ഇങ്ങനെ മാനുഷികമായി നമ്മൾ അമ്മയോടും സഹോദരിമാരോടും പറയുന്നു. അതുകൊണ്ട് നാളെ എനിക്കിവിടെ മെജുഗറിയിൽ 500 വൈദികരോട് ചേർന്ന് കുർബാന ചൊല്ലേണ്ടതാണ്. തീർത്ഥാടകരൊക്കെ വന്നിട്ടുണ്ട്. രാത്രിയിൽ എൻ്റെ കാല് സൗഖ്യമാകണം, നാളെ കുർബാന ചൊല്ലണം. അങ്ങനെ ഈ ബെഡിൽ കിടന്നു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് സോളിലോക്കി പറഞ്ഞ് കാലൊക്കെ ഒരു തലയുടെ മുകളിൽ എടുത്തു വെച്ച് നല്ല വേദനയുണ്ട്. ഇങ്ങനെ ജപമാലയും കൈ പിടിച്ചുകൊണ്ട് അവിടെ കിടന്നു. രാത്രി ഒരു 12 മണിയായപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഈ രാവിലെ 6 മണിക്ക് എണീറ്റപ്പോൾ കാലിന് യാതൊരു കുഴപ്പമില്ല, നീരൊക്കെ മാറി. അവിടെയൊക്കെ ചെറിയ ഒരു പോറൽ മാത്രമേ ഉള്ളൂ. അവിടെ 500 പേരോട് കുർബാന ചൊല്ലിയിട്ടാണ് ഞാൻ തിരികെ പോകുന്നത് എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ കന്യകാ മറിയം എന്നുള്ളതാണ്. ആര് മാതാവിനെ അമ്മയായി സ്വീകരിച്ചിട്ടുണ്ടോ, അമ്മ സമാനമായി മാതാവിൻ്റെ അടുത്ത് ആര് ചെന്നപേക്ഷിക്കുന്നുവോ അവരെല്ലാം കൂട്ടിപ്പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നവളാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയം എന്നുള്ളതാണ്. ഈ അമ്മ നമുക്കറിയാം ആദ്യത്തെ ക്രിസ്ത്യാനിയാണ്. ആരാണ് ക്രിസ്ത്യാനി? യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവൻ, കൊണ്ടു നടക്കുന്നവൻ. പരിശുദ്ധ മാതാവ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ആദ്യത്തെ ക്രിസ്ത്യാനിയായ പരിശുദ്ധ കന്യക മറിയം പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് തൻ്റെ ഉദരത്തിൽ ദൈവപുത്രനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ സംഭാവനയായിട്ട് ലോകത്തിന് നൽകിയ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യക മറിയം. ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കുന്നവരാണ്, യേശുക്രിസ്തുവിനെ കൊണ്ടു നടക്കുന്നവരാണ്, യേശുക്രിസ്തുവിനെ എല്ലാവർക്കും സംഭാവന ചെയ്യുന്നവരാണ്. നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 100 നൂറ്റാണ്ട് മുമ്പ് ഒരു ഫ്രഞ്ച് വൈദികൻ ഇവിടെ വന്ന് ഇവിടെ ചെറിയ ദേവാലയമുണ്ടാക്കി മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇത് നമ്മളുടെ ദൈവമക്കളായിട്ട് ഇത് പ്രാർത്ഥനയ്ക്ക് കൊടുത്തപ്പോൾ ജാതി മത വർഗ വ്യത്യാസം കൂടാതെ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും സൗഖ്യദായകമായ ആന്തരിക സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു പ്രാർത്ഥനാ സങ്കേതമായി ഇത് മാറിയിട്ടുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുന്നവർക്ക് ആനന്ദിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമാകും.
മാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് കൈറോസ്, സന്തോഷിക്കുക, ആഹ്ലാദിച്ച് ആഹ്ലാദത്തെ തുള്ളിച്ചാടുക എന്നുള്ളതാണ്. മാതാവ് നമുക്കറിയാം, എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മാതാവിന്റെ ഉദരത്തിൽ കിടന്ന യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എന്നുള്ളതാണ്. ഈയൊരു മാതാവിന്റെ സംഘാതത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മാതാവിന്റെ മധ്യസ്ഥം യാചിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാവർക്കും മാതാവിനെ പോലെ ആഹ്ലാദിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ഭവനങ്ങളിലേക്ക് തിരികെ പോകുവാനായിട്ട് ഇടയാകും. മാതാവിനെ നല്ല അമ്മയായി സ്വീകരിച്ച സഭ നമുക്കറിയാം. സഭയെ 50-ാം പീയൂസ് മാർപ്പാപ്പ മാതാവിനെ സഭയുടെ സംരക്ഷകയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. മാതാവ് ദൈവത്തിൻ്റെ മാതാവാണ്, സഭയുടെ മാതാവാണ്. സഭ ആരാണെന്ന് ചോദിച്ചാൽ ദൈവജനമാകുന്നുവെന്നാണ് 2ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കും. അപ്പോൾ സഭയുടെ മാതാവ് എന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ മാതാവാണ്, നമ്മുടെ അമ്മയാണ്. ഈ അമ്മയോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ മാതാവ് സ്വന്തം അമ്മയെ പോലെ കരുതുന്ന അമ്മയാണ് എന്നുള്ളതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട്, ഈ സഭയുടെ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും മാതാവിനോട് നമ്മളുടെ ആദരവും മാതാവിനോട് നമ്മളുടെ ഭക്തിയും പഠിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങളെ നേടിത്തരുവാൻ ഈ മാതാവിന് സാധ്യമാകും. ആദ്യം കർത്താവ് നടത്തിയ അത്ഭുതം തന്നെ നമുക്കറിയാം. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് മനസ്സിലാക്കുകയും അത് മകനെ അറിയിക്കുകയും എന്നിട്ട് പരിചാരകരോട് പറഞ്ഞത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് മാതാവ് പറഞ്ഞപ്പോൾ 12 കൽഭണികൾ നിറച്ച വെള്ളം അതിശക്തമായ രുചിയുള്ള വീഞ്ഞായി തീരുകയും പ്രയാസങ്ങളിലും നിരാശകളുമായിരുന്ന കാനായിലെ കല്യാണ വിരുന്നിന് ഒരുക്കം നടത്തിയ കുടുംബാംഗങ്ങൾ മുഴുവൻ സന്തോഷഭരിതരായി തീരുകയും ആനന്ദത്താൽ നിറയുകയും ചെയ്തു എന്നുള്ളതാണ്. മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ആ അമ്മയോട് നല്ല ഭക്തിയുള്ളവരായി, ആ അമ്മയുടെ ജപമാല ചൊല്ലുന്നവരായി, ആ അമ്മയുടെ നൊവേന ചൊല്ലുന്നവരായി, അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രാർത്ഥന ഏത് സമയത്തും ചൊല്ലാവുന്നതാണ്. അബ്ബാ, ആമീൻ, ഹല്ലേലൂയ. ഒരു ചെറിയ നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. യാത്ര പോകുമ്പോഴും, ആരെന്ന് വരികളെ വെറുതെ സമയം കിട്ടുമ്പോഴും, പരീക്ഷ എഴുതാൻ പോകുമ്പോഴും, രോഗത്തിൻ്റെ അവസരങ്ങളിലൊക്കെ മാതാവിൻ്റെ പ്രാർത്ഥന അബ്ബാ, ആമീൻ, ഹല്ലേലൂയ എന്ന് ദൈവ തിരുമനസ്സിന് തന്നെ സമർപ്പിക്കുമ്പോൾ മാതാവിനെ പോലെ നമുക്ക് പറയുവാൻ സാധ്യമാകും. അവിടുന്ന് എൻ്റെ താഴ്മ തൃക്കൺ പാർക്കുകയും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവരുടെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. മാതാവിൻ്റെ ഭക്തരുടെ മേൽ പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തു തലമുറകൾ തോറും കരുണയും നന്മയും വർഷിക്കുന്നുവെന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഈ മാതാവിനെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും മാതാവിനെ പോലെ നല്ല വിശ്വാസ ബോധ്യമുള്ളവരായി ജീവിക്കുവാനും മാതാവിനെ പോലെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും ദൈവം തരുന്നതായിട്ടുള്ള എല്ലാ നല്ല കൽപ്പനകളും അലന്നുവരികൾ ദൈവികമായ അനുഭവങ്ങളും കപുദാശികമായ അനുഭവങ്ങളും സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാതാവിൻ്റെ സ്തോത്രഗീതം പാടിക്കൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കുവാനായിട്ടിടയാകും.
അങ്ങനെ മാതാവിൻ്റെ നല്ല മധ്യസ്ഥം യാചിച്ച് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, പൊതു സമൂഹത്തിലെല്ലാം മാതാവിൻ്റെ നല്ല ഭക്തരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ പരിശുദ്ധ കൃപാനയിൽ സമർപ്പിച്ച് ഇതിനു വേണ്ടി പ്രത്യേക നിയോഗം തന്ന കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നിയോഗം സമർപ്പിച്ച് കോഴിക്കോട് വൈദിക ജില്ലയെ അനുഗ്രഹീതമായി നയിച്ചുകൊണ്ട് ഇരിക്കുന്ന നമ്മളുടെ അഭിമന്യനായ വർഗീസ് കാലക്കൽ പിതാവിൻ്റെ ജന്മദിനവും മെത്രാഭിഷേക ദിനവും കൊണ്ടാടുന്ന ഈ നല്ല ദിവസത്തിൽ ആ വന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അലോഷ്യസച്ചനും അതുപോലെ തന്നെ പനക്കലച്ചനും മറ്റ് വൈദികർക്കും സന്യസ്തർക്കും നമ്മുടെ ഇടവക കൂട്ടായ്മയ്ക്കും ഇവിടെ കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ ശരിയണമെന്ന് യാചിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന പൂർത്തിയാക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ.